ബാവലി റേഞ്ചിൽ കാട്ടാന ബേലൂർ മഖിനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ദൗത്യസംഘം വനത്തിലേക്ക് എന്നുള്ളതാണ്. ബാവലി പാതയിലെ ആനപ്പാറയിൽ നിന്നാണ് വനത്തിലേക്ക് ദൗത്യസംഘം നീങ്ങിയത്. 4 വെറ്റിനറി ഓഫീസർമാർ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാണ്. അനുയോജ്യമായ സാഹചര്യമുണ്ടായാൽ മയക്കുവെടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, പുതിയ വിവരങ്ങൾ എന്താണ് സജോ? കാട്ടിക്കുളം ബാവലി പാതയിലെ ആനപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ടൊരു 4 കിലോമീറ്റർ അകത്ത് നിന്നാണ് ബേലൂർ മഖനയുടെ സാന്നിധ്യം സംബന്ധിച്ച റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നൽ ലഭ്യമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ദൗത്യസംഘം സജ്ജമായിരുന്നു. വിപുലമായ ദൗത്യസംഘമാണ്. 4 വെറ്ററിനറി ഓഫീസർമാർ അടക്കം വിപുലമായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെ അടങ്ങുന്ന RRT അംഗങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന വിപുലമായ സംഘമാണ് വനത്തിലേക്ക് തിരിച്ചത്. ഏതാണ്ട് ആനയുടെ ലൊക്കേഷൻ അടുത്തേക്ക് ഇതിനകം ഈ ടീമിന്, ദൗത്യസംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുയോജ്യമായ സന്ദർഭം കൂടി ലഭിക്കുകയാണെങ്കിൽ, അനുയോജ്യമായ സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ മയക്കുവെടിയിലേക്ക് കടക്കും. അതല്ലെങ്കിൽ കാര്യങ്ങൾ കാത്തു നിൽക്കുക, സാഹചര്യം നിരീക്ഷിക്കുക, ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ സാധ്യമായ ഒരു പോംവഴി. വിപുലമായ സംഘം തന്നെയാണ്. 4 കുങ്കിയാനകളെ ഇതേ സ്ഥലത്ത് തന്നെ ഫോറസ്റ്റിന്റെ ക്യാമ്പിലേക്ക് നേരത്തെ എത്തിച്ചിരുന്നു. തൊട്ടടുത്ത് തന്നെ അധികം ദൂരമില്ലാതെ കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ഡാർട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുങ്കിയാനകളെ സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ കഴിയും. ദൗത്യസംഘം നേരത്തെ തന്നെ ഈ സിഗ്നൽ ലഭിച്ചതിന് പിന്നാലെ തന്നെ ബാവലി ഭാഗത്തേക്ക് എത്തിയിരുന്നു. കാട്ടാന കഴിഞ്ഞ ദിവസം എത്തിയത് ചാലിഗദ്ദ ഭാഗത്താണ്. അവിടെയാണ് ഈ ദാരുണമായ സംഭവവും ആക്രമണവും കർഷകന്റെ കൊലയും ഒക്കെ നടക്കുന്നത്. അതിന് പിന്നാലെ ആന ചേലൂർ ഭാഗത്തേക്കാണ് പോയത്. ചേലൂർ ഭാഗം ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ അധികം ദൂരം സഞ്ചരിച്ച് ചേലൂർ ഭാഗത്തേക്ക് എത്തി. അവിടെ നിന്ന് മണ്ണുണ്ടി കോളനി ആ ഭാഗത്തു കൂടിയാണ് വനമേഖലയിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് ബാവലിക്ക് സമാന്തരമായി നഗർഹോള വന്യജീവി സങ്കേതത്തിന്റെ ഭാഗത്തേക്കാണ് ആദ്യം നീങ്ങിയത്. രാവിലെയൊക്കെ ലഭിച്ച സിഗ്നലിൽ നാഗർഹോള വന്യജീവി സങ്കേതം, അതായത് കർണാടക വനംവകുപ്പിന്റെ മേഖല നിയന്ത്രണത്തിലുള്ള വന്യജീവി സങ്കേതത്തിന്റെ ഭാഗത്തേക്കാണ് എത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രാക്കിംഗ് വിദഗ്ധർ, അതായത് വനംവകുപ്പിന്റെ ട്രാക്കിംഗ് വിദഗ്ധർ വനത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ ട്രാക്കിംഗ് ഉൾപ്പെടെ നടത്തി ഏറ്റവും ഒടുവിൽ ലഭ്യമായ സിഗ്നൽ അതായത് ദൗത്യസംഘത്തിന് വളരെ എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന പ്രദേശമാണ്. അതായത് കാട്ടിക്കുളം ബാവലി പാതയാണ്, അത് പ്രധാന പാതയാണ്. അത് ഫോറസ്റ്റിന്റെ പ്ലാന്റേഷൻ മേഖലയാണ്. പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് വനമേഖലയിലേക്ക് കടക്കും. അവിടെ നിന്ന് അല്പദൂരം കൂടി കർണാടക വനമേഖലയുടെ ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. ഇത് വിപുലമായ ഒരു ദൗത്യസംഘം തന്നെ വേണം. കാരണം ഫോറസ്റ്റിനകത്തേക്ക് ഈ ദൗത്യം സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ വാഹനത്തിൽ നേരെ സ്ഥലത്തേക്ക് പോയി ഡാർട്ടിംഗ് ആരംഭിക്കുക എന്നത് സാധ്യമല്ല. അവിടെ സംഘത്തിനെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിവരും, അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമ്പിംഗ് തന്നെ സാഹചര്യം ഒരുക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്യാമ്പിംഗ് സാഹചര്യം അടക്കം ഒരുക്കിയതിനു ശേഷമാണ് ഈ ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ്, വിപുലമായ തയ്യാറെടുപ്പുകളോടെയാണ് ദൗത്യസംഘം നേരത്തെ തന്നെ ബാവലിയിൽ തയ്യാറായി നിന്നത്. ഇത് സംബന്ധിച്ച് ഒടുവിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിയാലോചനകളിൽ ആനയെ വളയുക എന്നൊരു തീരുമാനത്തിലേക്ക് ആണ് എത്തിയത്. അതായത് ഇത് സാധ്യമാണ്. അതിനുശേഷം സ്ഥലത്തെത്തി കൂടുതൽ വ്യക്തതയോടുകൂടി ആനയെ നിരീക്ഷിച്ചതിന് ശേഷം മറ്റ് നടപടികൾ, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെയിലിന്റെ ചൂടിന്റെ കാഠിന്യം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം, ആനയുടെ ആരോഗ്യസ്ഥിതി. അങ്ങനെ ആനയെ സംബന്ധിച്ചൊരു ഇത്തരം പ്രക്രിയ, ആനയെ മയക്കുവെടി എത്തുന്ന ഉൾപ്പെടെയുള്ള പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണമോ അതിൽ ഏറ്റവും അന്തിമമായ തീരുമാനം വെറ്റിനറി ടീമിന്റേത് തന്നെയാണ്. വെറ്റിനറി ടീമാണ് അന്തിമമായി ഇക്കാര്യത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചെല്ലാം ഒരു വ്യക്തതയോട് കൂടിയ അഭിപ്രായം പറയേണ്ടത്. ഒപ്പം ഉദ്യോഗസ്ഥർ 4 DFOമാരെ തന്നെ പ്രത്യേകമായി ഈ ദൗത്യത്തിനു വേണ്ടി നിയോഗിച്ചിരുന്നു. ആ സംഘം നേരത്തെ തന്നെ ബാവലിയിലെ ക്യാമ്പിലെത്തി ഈ കാര്യങ്ങളുടെ ഏകോപനം നിർവഹിക്കുന്നുണ്ടായിരുന്നു. RRT സംഘത്തെ പ്രത്യേകമായി തന്നെ ആ സ്ഥലത്തേക്ക് വിന്യസിച്ചു. ഒപ്പം കുങ്കിയാനകളുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തി. ഒപ്പം ഈ സ്ഥലത്തേക്ക് ദൗത്യസംഘത്തിന് പോകാൻ ആവശ്യമായ ധാരാളം കാര്യങ്ങളുണ്ട്. അവയെല്ലാം സജ്ജമാക്കി സ്ഥലത്ത് തന്നെ ഫോറസ്റ്റ് വാഹനങ്ങളിൽ എത്തിച്ചു. ഒപ്പം ആ മേഖലയിൽ, ബാവലി പാതയിൽ പോലീസിന്റെ ഒരു സുരക്ഷ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, വനത്തിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ പോലീസിന്റെ മുഴുവൻ സമയ സുരക്ഷ ഈ സമയത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ സംഘം എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി ഇപ്പോൾ വനത്തിൽ ഈ മേഖലയിൽ, അതായത് ആനയുടെ സിഗ്നൽ ലഭ്യമായ മേഖലയിലേക്ക് ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അടുത്ത പടി എന്നതാണ് അത് സംബന്ധിച്ച് കുറെ കൂടി. ഈ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ കൃത്യതയിലൊക്കെ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ സജോ? റിജിത്ത്, സാധാരണ GPS സംവിധാനത്തിന്റെ സ്വഭാവത്തിലല്ല റേഡിയോ കോളർ സിഗ്നൽ നമുക്ക് ലഭ്യമാവുക. അത് സാധാരണഗതിയിൽ കർണാടക ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്തത്
ഉദ്യോഗസ്ഥർക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ നിന്ന് സാധ്യമാക്കാം. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ഒരു ആ വിവരം മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ട്രാക്കിംഗ് സാധ്യമാവുകയില്ല. അതുകൊണ്ട് കർണാടകയിൽ നിന്ന് കൃത്യമായി ആന്റണിയും മറ്റും ഉപയോഗിച്ച് നേരിട്ടുള്ള ട്രാക്കിംഗിലേക്ക് കടക്കണം. അതാണ് ഇപ്പോൾ ട്രാക്കിംഗ് വിദഗ്ധരുടെ സേവനം തേടുകയും അവർ വനത്തിലേക്ക് തന്നെ കടന്ന് നേരിട്ടുള്ള ട്രാക്കിംഗിലേക്ക് കടന്നു. അപ്പോൾ പോലും ആന ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് എത്തി അവിടെ നിന്ന് പിന്നിട്ടതിന് ശേഷമായിരിക്കും ഈ സിഗ്നൽ ലഭ്യമാവുക. അതായത് ഒരു ഡിലേ ഈ സിഗ്നൽ ലഭ്യമാകുന്നതിൽ പോലും ഉണ്ടാകും. പക്ഷെ ഏറെക്കുറെ ഒരു ദൂരം ലഭ്യമാകും. അത് ഈ വനത്തിലേക്ക് തന്നെ കടന്ന് ട്രാക്കിംഗ് വിദഗ്ധർ നേരിട്ട് ഈ സിഗ്നൽ ശേഖരിച്ചതോടുകൂടിയാണ് ഏറെക്കുറെ നേരത്തെ ആ ഒരു മേഖല എവിടെയുണ്ടെന്ന് അനുമാനിക്കുക മാത്രമേ ആദ്യഘട്ടത്തിലെ ഇൻഫർമേഷനിൽ നിന്ന് സാധ്യമായിരുന്നുള്ളൂ. പിന്നീട് ട്രാക്കിംഗ് വിദഗ്ധർ ഈ സിഗ്നലുകൾ ശേഖരിച്ചതോടുകൂടിയാണ് കൃത്യമായി ഏത് മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സമയത്ത്, അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ സ്വഭാവം അനുസരിച്ച് ഈ സമയത്ത് ആന കൂടുതൽ ദൂരം നല്ല വെയിലുള്ള സമയത്ത് സഞ്ചരിക്കുകയില്ല. വനത്തിനകത്തും പലപ്പോഴും ആന സഞ്ചരിക്കാൻ സാധ്യതയുള്ള വനത്തിനകത്ത് ഏതെങ്കിലും തണ്ണീർ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിലയുറപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തണല് നോക്കി നിൽക്കുകയോ ആണ് ചെയ്യുക. കൂടുതൽ ദൂരം ഈ സമയത്ത് നല്ല വെയിലുള്ള ചൂടിന് കാഠിന്യമുള്ള സമയത്ത് സഞ്ചരിക്കുകയില്ല. ഈ സാധ്യത കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആനയുടെ സമീപത്തേക്ക് എത്തി ലൊക്കേറ്റ് ചെയ്താൽ അല്പം വെയിൽ താഴ്ന്ന സമയത്ത് ഡാർട്ടിംഗ് പ്രക്രിയയിലേക്ക് കടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ദൗത്യ സംഘം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മിഷൻ വേലൂർ മഖന വളരെ വിജയകരമായി തന്നെ നടപ്പാക്കാൻ കഴിയും എന്ന് അനുമാനിക്കണം. എന്തായാലും എല്ലാത്തരം മുന്നൊരുക്കങ്ങളോടുകൂടിയാണ്, വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോൾ വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്.